മുആദത്തുൽ അദവിയ എന്നൊരു മഹദിയെ നമുക്ക് പരിചയപ്പെടാം. അത് മഹാനായ ഒരു പണ്ഡിതന്റെ ഭാര്യയാണ് സുലത്ത് ബിനു അശ്യം റളിയല്ലാഹു തആല അൻഹു, താബിഇയാണ്. അവരുടെ ഭാര്യയായി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുആദത്തുൽ അദവിയ, റാബിഅത്തുൽ അദവിയ ബീവിയെ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവരുടെ മഖാം ഫലസ്തീനിലാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് തൊട്ടപ്പുറത്ത് സൈത്തൂൻ മലയുണ്ട്, മൗണ്ട് ഒലീവ്. സൽമാൻ അൽ ഫാരിസി തങ്ങളെ സിയാറത്ത് ചെയ്താൽ ഒന്നുകൂടെ മുമ്പോട്ട് ഒരു ഇറക്കത്തിലേക്ക് ചെന്നാൽ അവിടെയാണ് റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. വലിയ ഫഖീഹത്തും വലിയ ആബിദത്തുമായിരുന്ന മഹദി. അതുപോലെ അറിയപ്പെട്ട ഒരു മഹദിയാണ് മുആദ് സ്വഹാബിയുണ്ട്, മുആദ എന്ന താബിഇയത്താണ്. മുആദത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ വിവാഹം നടക്കുന്ന ദിവസമാണ്. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മളൊക്കെ കാട്ടിക്കൂട്ടുന്നത് വിവാഹത്തിന്റെ തലേ ദിവസവും അതിന്റെ 2 ദിവസം മുമ്പും അന്നും ഒക്കെ. എന്തൊക്കെ ആ പരിപാടിയൊക്കെ നിന്നിക്കണില്ലേ ഇപ്പൊ അല്ലേ? നിർത്തിയില്ലേ? JCB കൊണ്ടുപോലൊക്കെ നിർത്തിയില്ല ഇപ്പൊ? മയ്യത്ത് കട്ടിൽ കൊണ്ടുപോലൊക്കെ അൽഹംദുലില്ലാഹ്. ഇനി തുടങ്ങാൻ പോവാണോ? അല്ലാഹു അലം. പാലത്തിങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. ഉണ്ടാവാൻ സമ്മതിക്കുകയും ചെയ്യരുത്. അതാ ഞാൻ പറയുന്നത്. ഒരു ഇബാദത്തല്ലേ, അതൊന്നും കോപ്രായത്തരം കാട്ടരുത്. ജീവിതത്തിലെ ബർക്കത്തങ്ങ് നഷ്ടപ്പെടും. ഇന്ന് പ്രശ്നം എന്താ വെച്ചാൽ കല്യാണം നിയന്ത്രിക്കുന്ന കുട്ടികളാണ്. വീട്ടിലത്തെ വാപ്പിയും പൈസ അങ്ങനെ കൊടുക്കാന്നല്ലാണ്ട്. അപ്പൊ ആരാ ഈ പരിപാടിയൊക്കെ, ഈ നമുക്ക് പറ്റാത്ത ഈ പരിപാടിയൊക്കെ ആരാ കൊണ്ടുവന്നത്? ഭയങ്കര നിശാ നൈറ്റുകളും എന്താ പറയാ നൃത്ത സംഗീതങ്ങളും ഒക്കെ. അത് പിന്നെ കുട്ടികളെ ഓരോതല്ല, അവര് നമുക്കറിയില്ല ആര് കാരണന്മാര് പറയാം ഒരേ പൈസ കൊടുക്കണത്. ആ കുട്ടികള് എന്നാ പിന്നെ കുട്ടികൾ പൈസ കൊടുക്കട്ടെ, അവര് നടത്താൻ നമ്മൾ നടത്തി കൊടുക്കുക. അപ്പൊ നമ്മൾ അവരൊരുപോലെ കുറ്റക്കാരാണ്, ഒരുപോലെ കുറ്റക്കാരാണ്. ഞാൻ ഈ പറയുന്ന ഈ ചരിത്രം ഞാൻ തന്നെ വായിച്ചതിൽ അത്യപൂർവമായ അത്ഭുതമുള്ളൊരു ചരിത്രമാണ്. വളരെ ചെറിയൊരു സംഭവമാണ്. ഒരു പുതിയാപ്പിളക്ക് ഫസ്റ്റ് നൈറ്റിൽ കിടന്നുറങ്ങാൻ കഴിയാതെ ഇബാദത്തിലായി കഴിഞ്ഞ ഒരു അനുഭവമാണ് സുലത്ത് ബിനു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. അദ്ദേഹം വലിയൊരു മഹാനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു ചരിത്രമുണ്ട്. സിംഹം വന്ന് കാബൂളിൽ ഒരു ധർമ്മ സമരം നടക്കുമ്പോൾ സുലത്ത് ബിനു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുമ്പിൽ ഒരു സിംഹം വന്നുപെട്ട ഒരു രംഗമുണ്ട്. അത് മറ്റൊരു ചരിത്രം. ഇതിലേക്ക് വരാം. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുകയാണ് സുലത്ത് ബിനു അശ്യം തങ്ങൾ. അപ്പൊ അന്ന് കുളിപ്പുരകളാണ്, അന്ന് പെയ്ഡ് ബാത്റൂമുകളുള്ള കാലമാണ്. വീട്ടിൽ കുളിപ്പുരകൾ ഉണ്ടാവില്ല. ചൂടുവെള്ളം കിട്ടണമെങ്കിൽ ചൂടുവെള്ളം കൊടുക്കുന്ന കുളിപ്പുരകളുണ്ട്. അത് നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല, ബസ് ഇറങ്ങി ചെന്നാൽ കുളിക്കാൻ ഒരു ചെറിയ ആന്തരിക സോപ്പും ഒരു തോർത്തും തന്നിട്ട് 10 രൂപ 20 രൂപ കൊടുത്താൽ കുളിക്കാൻ പറ്റുന്ന സംവിധാനം അല്ലെ? എപ്പോഴും ഉണ്ടാവും അല്ലേ? ബാംഗ്ലൂർക്കാരൊന്നുമില്ലേ? ഉണ്ട്. ബാത്റൂമുകൾ വാടകക്ക് പറഞ്ഞാൽ കുളിച്ചു ഇറങ്ങി കൊടുക്കണേ. പിന്നെ അങ്ങനെ സംവിധാനം അറബ് ലോകത്തുണ്ടായിരുന്നു. അപ്പോ സുലത്ത് ബിനു അശ്യം തങ്ങളെ അന്ന് അത് ഒരു ഇന്നത്തെ സവാന അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങൾ അന്നത്തെ രീതിയിൽ അന്നുണ്ട്. സ്റ്റീം ബാത്ത് ഉണ്ട് അവിടെ, ചുടുവെള്ളം കൊണ്ട് ആവി പിടിക്കലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അതൊക്കെ കൂടുതലുണ്ടായിരുന്നത് ഷാമിലാണ്, ഡമസ്കസിലായിരുന്നു, ഫലസ്തീനിലായിരുന്നു. പക്ഷേ മദീനയുടെ പരിസരങ്ങളിൽ ഒക്കെ ഒരൽപ്പമെങ്കിലും അല്പം വളരെ ചെറിയ രീതിയിൽ കണ്ടിട്ടുണ്ട്. കൂടുതൽ അങ്ങ് നോർത്ത് വെസ്റ്റിലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇരിക്കട്ടെ, സുലത്ത് ബിനു അശ്യം തങ്ങളെ മഹാനവറുകളുടെ സഹോദരപുത്രൻ നമുക്ക് നല്ലൊരു ഫ്രഷ് കുളിച്ച് പുതിയാപ്പിളായി പോവല്ലേ, മഹാനവറുകളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. അദ്ദേഹം ഒരു ആബിദാണ്, ചെറുപ്പക്കാരനാണ്, ഭയങ്കര ഇബാദത്താണ്. അപ്പോ അവിടെ ചെന്ന് നോക്കുമ്പോ തിളച്ച വെള്ളമാണ്. ചുടുവെള്ളം വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല. ആ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് കുളിക്കുക. അപ്പൊ നല്ല ആവിയും ചൂടുമൊക്കെ കിട്ടുന്ന ഒരു, അന്നൊക്കെ തണുപ്പ് നാടാണ്. ഷാമൊക്കെ തണുപ്പുള്ള നാടാണ്. ഈ സമയത്തൊക്കെ അവിടെ നല്ല മഞ്ഞ് പെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്. ഒരു യൂറോപ്പിന്റെ അക്കരെ മെഡിറ്ററേനിയൻ കടലല്ലേ ഫലസ്തീന്റെ പരിസരത്ത്. മെഡിറ്ററേനിയൻ കടന്നാൽ സൈപ്രസിന്റെ അപ്പുറത്ത് ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ കിടക്കുകയാണ്. അപ്പോ ഒരു യൂറോപ്പിന്റെ ഒരു കാലാവസ്ഥയുടെ ടച്ച് വരും. അങ്ങ് ലെബനോൻ, സിറിയയുടെ ഭാഗങ്ങളിലൊക്കെ ജോർഡാനിലൊക്കെ നല്ല തണുപ്പാണ്. ഇപ്പൊ നല്ല തണുപ്പുള്ള സമയമാണ്. ഇരിക്കട്ടെ, മഹാനായ സുലത്ത് ബിനു അശ്യം തങ്ങള് അതിലേക്ക് കയറിയപ്പോൾ മഹാന് ഖബറും
പരലോകത്തിന്റെ പേടിയും വേദനയും ഹിസാബും ഒക്കെ ഓർമ്മ വന്നു. റബ്ബേ, ഈ തിളച്ച വെള്ളം നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന തിളച്ച വെള്ളമല്ല റബ്ബേ. ഈ ഇരുട്ടുമുറിയിൽ എന്നെ ഈ വെച്ച് ഈ ആവി പിടിപ്പിക്കുന്നത് നരകത്തിന്റെ ആവിയാകുമോ? സമൂമുൻ ഹമീം. എന്നിട്ട് പേടിച്ചു മഹാനവറുകൾ. അങ്ങനെ കല്യാണത്തിന്റെ ആ വൈകുന്നേരമാണ്, കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ പെണ്ണിന്റെ അരികത്തേക്ക് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ അരികത്തേക്ക് പുതിയാപ്പിളയെ ആനയിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മഹാനവറുകൾ നേരെ മുസല്ല വിരിച്ചു. അല്ലാഹു അക്ബർ. നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. അപ്പൊ പുതിയണ്ണ് പിന്നെ എന്താ എന്റെ ഭർത്താവിന്റെ കഥ എന്ന് പറഞ്ഞിരുന്നില്ല. അവരും പോയി wudu എടുത്തു, മുസല്ല വിരിച്ചു. അല്ലാഹു അക്ബർ. രണ്ടാളും സലാം വീട്ടി. അപ്പൊ അടുത്ത റക്അത്ത് നിസ്കരിക്കാൻ തോന്നി. ഒരു റക്അത്ത് രണ്ടും കൂടെ കഴിയട്ടെ. പുതിയണ്ണ് അപ്പുറത്തുണ്ട്, പുതിയാപ്പിള ഇവിടെ ഉണ്ട്. രണ്ടാളും നിർത്തണോ നിർത്തണ്ടേ? സുബ്ഹാനല്ലാഹ്. നേരം വെളുക്കുന്നവരെ നിസ്കരിച്ചു. അതിൽ ജ്യേഷ്ഠന്റെ മകൻ വന്ന് ചീത്ത പറഞ്ഞു, ഇങ്ങനെ പുതിയാപ്പിള ചെയ്യല്, നേരം വെളുക്കണവരെ നിസ്കരിക്കാനാ പോയി കല്യാണം കഴിച്ചു കൊടുത്തത്? നിങ്ങളൊന്ന് വർത്തമാനം അറിഞ്ഞിരിക്കേണ്ട, ഒന്ന് പരിചയപ്പെടേണ്ട ദിവസല്ലേ ഇത്? എന്ത് പരിപാടിയാണ്? അപ്പൊ പറഞ്ഞു, സഹോദരാ, ദക്കർതനിൽ ആഖിറ, പരലോകം നീ എനിക്ക് ഓർമ്മപ്പെടുത്തി, ഞാൻ അതിൽ പേടിച്ചുപോയി. ഇങ്ങനൊരു സംഭവം ചരിത്രത്തിൽ അത്യപൂർവമാണ്. അത് സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹിയിൽ സംഭവിച്ചൊരു അത്ഭുതമാണ്. അവരുടെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. മഹാന്റെ കൂടെ ഒരു യുദ്ധത്തിന് സംബന്ധിച്ചപ്പോ അവര് പറയാണ്, ഒറ്റക്ക് കുറ്റിക്കാടിന്റെ മറവിൽ പോയി മഹാൻ നിസ്കരിക്കുമായിരുന്നു. അപ്പോ ഞാൻ പിന്നാലെ കൂടി, ഒരാൾ പറയുന്നു, ഞാൻ പിന്നാലെ ചെന്നു, എന്താണ് അവർ ചെയ്യുന്നത് എന്ന്. യസീദ് ഇബ്നു വാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മരത്തിന്റെ മീതെ കയറി, ഞാൻ താഴെ നിന്നു. അപ്പോഴാണ് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്നത്. ഞാൻ പേടിച്ചു. ഞാനങ്ങ് മരത്തിന്റെ മീതെ കയറി. എല്ലാവരും ഉറങ്ങാണ്, സൈന്യം. രാത്രിയിൽ അവർ വിശ്രമിക്കുകയാണ്. പക്ഷേ സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി നിസ്കാരത്തിലാണ്, തഹജ്ജുദിൽ. സുബ്ഹാനല്ലാഹ്, ആ സിംഹം വന്നു. ഞാൻ എന്നെ കടിക്കുമോ എന്ന് പേടിച്ച് മരത്തിന്റെ മുകളിൽ പേടിച്ചു നിൽക്കുകയാണ്. സുലത്ത് റഹ്മത്തുള്ളാഹി അലൈഹി റുകൂഉം സുജൂദൊക്കെ കൂളായി ആ സിംഹം അരികത്ത് വന്ന് മഹാനവറുകളുടെ മുമ്പിൽ വന്ന് ചെറിയ റോറിംഗ് ശബ്ദമുണ്ടാക്കി വരുന്നു. നിസ്കാരം മുറിച്ചില്ല. റബ്ബേ, സലാം വീട്ടുന്നവരെ ആ സിംഹം അരികത്ത് ഇങ്ങനെ ചാരിങ്ങനെ നിന്നിങ്ങനെ പോയി. മഹാനായ റഹ്മത്തുള്ളാഹി അലൈഹിയെ ഒന്നും ചെയ്തില്ല. ആ നോക്കി നിന്ന ആള് പറയാൻ, യസീദ് ഇബ്നു വാഹിദ് എന്നവർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇപ്പൊ കടിക്കും. ഇപ്പൊ കടിച്ചില്ല. റുക്കൂയിൽ കടിക്കുമായിരിക്കും, അപ്പോഴും കടിച്ചില്ല. സുജൂദിലെത്തിയ ഉറപ്പായിട്ട് തലക്ക് കടിക്കുമായിരിക്കും, കടിച്ചില്ല. ഇങ്ങനൊരു മഹാത്ഭുതം ഞാൻ മഹാനെ കണ്ടു. എന്നിട്ട് ഞാൻ നേരം വെളുക്കുന്നവരെ ആ മഹാന്റെ പിന്നിൽ നിന്നു. ആ മഹാൻ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട് അല്ലാഹുവിനോട്. ആ ദുആ എന്നെ കരയിപ്പിച്ചു. പക്ഷേ ഞാനിത് കാണുന്നത് അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ സുബ്ഹിയാകുന്നതിന്റെ മുമ്പ് ക്യാമ്പിൽ എല്ലാവരും ഉറങ്ങുന്നിടത്തേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് പുതപ്പിനടിയിൽ ചെന്നിട്ട് സുബ്ഹിക്ക് എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ഊര് വലിഞ്ഞ് ഉറക്കം തീരാതെ എഴുന്നേൽക്കുന്ന ഒരാളെ പോലെ, ഉറങ്ങിയ ആളെ പോലെ നടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേൽക്കുന്നതും ഞാൻ കണ്ടു. വളരെ റാഹത്തിൽ അവർ സുബ്ഹി നിസ്കരിച്ചു. ഞാൻ മെല്ലെ പോയിട്ട് ചോദിച്ചു, അല്ല, ഇന്നലെ സിംഹം വന്നതും നിങ്ങൾ ആ ദുആയിരുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നിന്നോട് ഞാൻ മരണം വരെ മിണ്ടൂല എന്ന് പറഞ്ഞു സുലത്ത് ഇബ്നു അശ്യം റഹ്മത്തുള്ളാഹി അലൈഹി. നീ ഇത് ഫ്ലാഷ് ആക്കാൻ പോവാണല്ലേ? നമ്മളൊക്കെ സെൽഫി എടുക്കൂലേ സിംഹത്തിന്റെ മുമ്പ്? സുബ്ഹാനല്ലാഹ്. ഞാൻ നിന്നോട് മരണം വരെ മിണ്ടൂല, നീ എന്നെ പറ്റിച്ചല്ലേ, ഞാൻ ചെയ്യുന്നത് നീ എന്തിനാ നോക്കാൻ വന്നത്? അതാണ് പറഞ്ഞത്. തോന്നിവാസം ചെയ്തതല്ലത്, നന്മ ചെയ്തത് മറച്ചു വെക്കുകയാണ്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. അങ്ങനെ ആവേണ്ടത്. ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും 10 ചെയ്തതായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുക, അങ്ങോട്ട് പരസ്യപ്പെടുത്തുക, അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ മറച്ചു വെക്കണില്ലേ? നമ്മുടെ നന്മയും മറച്ചു വെച്ചേക്കും. നമ്മൾ തിന്മ മറച്ചു പിടിക്കണില്ലേ? ആരും അറിയരുത്. നന്മയും അത് മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ വാക്കാണ്. നമ്മൾ മുആദത്തുൽ അദവിയ്യയാണ് ഈ പരിചയപ്പെടുന്നത്. റാബിഅത്തുൽ അദവിയ്യ എന്ന മഹദി പറഞ്ഞതാണ്, ഉക്തുമു ഹസനാതികും കമാ തക്തുമൂന സയ്യിആതികും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ മറച്ചു പിടിക്കുന്ന പോലെ നിങ്ങളുടെ നന്മകളും നിങ്ങൾ ആരോടും വിളിച്ചു പറയണ്ട. അത് നിങ്ങളും അല്ലാഹുവും അറിഞ്ഞാൽ മതി. മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇങ്ങനെ ജീവിച്ച ആളുകളെ പോലെ നമുക്ക് ആവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ജീവിതം. ഇത്രമേൽ സാർത്ഥമാക്കിയെടുക്കാം, അർത്ഥമുള്ളതാക്കി എടുക്കാൻ കഴിയുമെന്നെങ്കിലും നമ്മളൊന്ന് ആലോചിക്കേണ്ടേ?
മഹദി റളിയല്ലാഹു തആല അൻഹ രാത്രിയായാൽ ഈ പുതിയ പെണ്ണ് മഹദിയായ മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറയും, നേരം വെളുത്താൽ അല്ലാഹു എനിക്കൊരു പകല് തന്നു, ഈ പകലിൽ ഞാൻ മരിച്ചേക്കാം. അപ്പൊ രാത്രി വരെ ഇബാദത്താണ്. രാത്രി അബ്ബേ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചാലോ, അപ്പോഴും ഇബാദത്താണ്. അറിയാതെ ഉറങ്ങിപ്പോകുന്ന ഉറക്കമൊഴികെ മഹാനായ സാബിത്തുൽ ബുനാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഭർത്താവ് സുലത്ത് ബിൻ അശീം തങ്ങളും അവരുടെ മോനും ഷഹീദായ വിവരം മഹദി റളിയല്ലാഹു തആല അൻഹയെ അറിയിക്കുകയാണ്. ആ രംഗം സാബിത്തുൽ ബുനാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവ് മരിച്ചു, സുലത്ത് ബിൻ അശീം എന്നവരാ യുദ്ധത്തിൽ. മകനും മരിച്ചിട്ടുണ്ട്. രണ്ടാളും മരിച്ചു എന്ന് എങ്ങനെ ഒരു വീട്ടുകാരോട് എന്ന് പറയാ. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഷൊർണൂരുള്ള അവരുടെ ഓങ്ങല്ലൂര്, ഇന്ന് പട്ടാമ്പിക്കടുത്ത് ഓങ്ങല്ലൂര്, എവിടെയാണ് ഓങ്ങല്ലൂര്? ചെർപ്പളശ്ശേരി അടുത്ത് അല്ലേ, ഓങ്ങല്ലൂരിൽ അദ്ദേഹത്തിന്റെ എൻ്റെ സുഹൃത്ത് അബൂബക്കർ സഹാജിയുണ്ട്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഇന്ന് വൈകുന്നേരം ഉച്ചക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു. മകൻ മരണപ്പെട്ടത് വാപ്പയെ അറിയിക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം രോഗാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു 10 മിനിറ്റിനകം അദ്ദേഹവും മരിച്ചു, വാപ്പയും മകൻ മരിച്ചു എന്ന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോഴേക്കും വാപ്പയും അസുഖമായി മകൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് 2 മാസം ചികിത്സയിലായിരുന്നു. അല്ലാഹു, ഒരാൾ ഉമ്മർ കുട്ടി, മകൻ വാപ്പ അഹമ്മദ് കുട്ടി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. 2 പേർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. മരിച്ചു എന്ന വിവരം അറിയിക്കുമ്പോൾ മനസ്സിൽ താങ്ങാൻ കഴിയില്ലല്ലോ, അങ്ങനെയല്ലേ? മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ അവസാന കാലം തങ്ങൾ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴും ഭാര്യ വഫാത്തായത് തങ്ങളോട് അറിയിച്ചിരുന്നില്ല എന്ന്. അത് മെല്ലയാ അറിയിച്ചത്. തങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലായി പോകുമോ? പക്ഷേ എല്ലാം അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്ത സയ്യിദ് അവറുകൾ ഭാര്യ വഫാത്തായിട്ടുണ്ടെന്ന് അറിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഖബറൊന്ന് കാണിച്ചു തരും, ഞാൻ പോയി നിസ്കരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ഖബറിങ്കിലേക്ക് നീങ്ങിയ മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ. നമുക്കൊക്കെ മരണവാർത്ത സ്വീകരിക്കാൻ വലിയ പ്രയാസമാണ്. സാബിത്തുൽ ബുനാനി തങ്ങൾ പറയാൻ, മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് നിങ്ങളുടെ ഭർത്താവ് സുലത്ത് ബിൻ അശീം തങ്ങളും നിങ്ങളുടെ മകനും മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദുകളാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നപ്പോൾ മഹദി അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, മർഹബൻ ബികുന്ന ഇൻ കുൻതുന്ന ജിഅ്തുന്ന ലിതുഹന്നിഅനി. നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാനും നിങ്ങൾ എന്നെ അഭിനന്ദനം അറിയിക്കാനാണ് വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വരാം. അഭിനന്ദനങ്ങൾ, കൺഗ്രാജുലേഷൻസ്. അങ്ങനെയുണ്ടോ? മരിച്ചൊരു വീട്ടിൽ ചെന്നിട്ട് അഭിനന്ദനങ്ങൾ എന്ന് പറയോ ആരെങ്കിലും? നിങ്ങൾ എന്നോട് പറയേണ്ടത് അഭിനന്ദനങ്ങൾ, മുആദ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് പറയാൻ. അങ്ങനെയാണെങ്കിൽ വന്നോളൂ എന്നല്ലാതെ എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് കരയാനാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കയറരുത് എന്നവരെ പറഞ്ഞയച്ച മഹദി കൂടിയാണ് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. എന്തേന്നറിയോ? മുസീബത്തുകളെ സ്വീകരിക്കാനുള്ളൊരു മനക്കരുത്ത് നമുക്ക്. ഈ ലോകം അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ വിചാരിക്കണം നമ്മൾ മരിക്കും, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള് ഒക്കെ, അവർക്കൊക്കെ പരീക്ഷണങ്ങൾ വരും. നമ്മൾ അതറിയണം, അത് ചിന്തിക്കണം, അത് സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം. പെട്ടെന്ന് ഷോക്കായി മരിക്കുക, അതിന്റെ ആവശ്യമില്ല. ഈ ലോകം അങ്ങനെയാണ്. നമ്മുടെ ഇഷ്ടപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞു എന്ന് അടുത്ത 1 മണിക്കൂറിനുള്ളിൽ കേൾക്കേണ്ടി വന്നേക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഫീറത്തുൽ ആബിദ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു മഹദി. ഈ മുആദ മഹദിയെ കുറിച്ച് പറയുന്നുണ്ട്. മരണം ആസന്നമായപ്പോൾ മുആദ ബീവി റളിയല്ലാഹു അൻഹ മരണമാസന്നമായപ്പോൾ ചിരിക്കുകയും കരയുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം കരഞ്ഞു, പിന്നെ അങ്ങ് ചിരിച്ചു. അപ്പൊ മരണാസന്നമായി കൊണ്ടിരിക്കുകയാണ്. മുആദ ബീവിയോട് ചോദിച്ചു, ഇവര് താബിഇയ്യത്താണ്, സ്വഹാബിയത്തല്ല, എന്തിനാണ് നിങ്ങൾ ബക്കൈതി സുമ്മ ദഹക്തി? മുആദ നിങ്ങൾ കരഞ്ഞുവല്ലോ പിന്നെ ചിരിച്ചുവല്ലോ. ഫമിമ്മൽ ബുകാഉ വമിമ്മൽ ദഹക്. എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്, എന്തിനാണ് കരഞ്ഞത്, ഒന്ന് പറഞ്ഞു തരാൻ കഴിയുമോ? അപ്പൊ മെല്ലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. സക്കറാത്തിൽ കിടക്കുന്ന മഹദി, യാ അല്ലാഹ്, ഞാൻ കരഞ്ഞത് ദകർതു മുഫാറഖത സുയാം,
ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഇനി നോമ്പെടുക്കാൻ കഴിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തുപോയി. നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തുപോവുകയാണ്. അപ്പോഴെനിക്ക് സങ്കടം തോന്നി. എന്നോടൊരാൾ പറഞ്ഞു, രാത്രിയാവാൻ കൊതിയാണിപ്പോ, തഹജ്ജുദ് നിസ്കരിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയാവാൻ കൊതിയൂറി നടക്കുകയാണ്. അതൊക്കെ ഒരു വലിയ ഈമാനിന്റെ വാക്കാണ്. അള്ളാഹു നമുക്കൊക്കെ ആ ആനന്ദം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാത്രിയാവാൻ കൊതിച്ച് പകല് മുഴുവൻ രാത്രിയുണ്ടല്ലോ, എനിക്ക് അള്ളാഹുവിനോടൊന്ന് തുറന്ന് സംസാരിക്കണം, എനിക്ക് റബ്ബിന്റെ മുമ്പിൽ എൻ്റെ വിഷയം രാത്രി വരുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. എന്താണ് പറയണത് മുഅ്മിനെ? ഒരു തലശ്ശേരിയുള്ള ഒരാളാണ് പറഞ്ഞത്, യാ അല്ലാഹ് നമുക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകട്ടെ. എന്താണ് പറയുന്നതൊക്കെ? സത്യസന്ധമായിട്ട് പറയാം, വേറൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ, ആരും അറിയിക്കാനൊന്നും അല്ലല്ലോ. അത് തഹജ്ജുദിനൊരു ആനന്ദം വരുന്നു. ഞാൻ കരഞ്ഞത് ഇനി അല്ലാഹുവിന് സുബ്ഹാനല്ലാഹ് പറയാൻ എന്റെ നാവ് കൊണ്ട് കഴിയില്ലല്ലോ. മരിക്കല്ലേ, സ്വലാത്തിന്റെ മജ്ലിസിൽ ഇരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയാൻ തുടങ്ങിയത്, കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ ഞാൻ ചിരിക്കാൻ കാരണം, ഇന്നി നളർതു ഇലാ അബിസ്സുഹ്ബാ, ഞാൻ മരിക്കാൻ പോകുന്ന ഈ നേരത്ത് എൻ്റെ ഭർത്താവ് അബുസ്സുഹ്ബാ, അതായത് സുലത്ത് ബിൻ അശിയം റഹ്മത്തുള്ളാഹി അലൈഹി, സുഹ്ബാഇന്റെ ഉപ്പ, എനിക്ക് അബുസ്സുഹ്ബാഇനെ കാണാൻ കഴിഞ്ഞു. മരിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്ന, മരിച്ചു കഴിഞ്ഞാൽ അതിലേറെ കാണും. മലക്കുകളെ മരിക്കാൻ പോകുന്ന ഒരാൾ കാണുന്ന, മരിച്ചാൽ അതിലേറെ കാണും. മുൻകർ നക്കീർ അലൈഹിസ്സലാമിനെ കാണൂലേ? ജനാസ അനുഗമിക്കുമ്പോൾ മലക്കുകളെ കാണും മയ്യത്ത്. പരിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മരണം ശരിക്കങ്ങ് ദേഹത്തിൽ കയറി തുടങ്ങിയാൽ കാണാത്ത ലോകങ്ങൾ കാണും. അത് വിഭ്രാന്തിയല്ല, മാനസിക അവസ്ഥ നിലതെറ്റലൊന്നുമല്ല. അത് നബി തങ്ങൾ പറഞ്ഞു, മനുഷ്യന് കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാൻ കഴിയും, നിഷേധിക്കുന്നതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അബുസ്സുഹ്ബാഇനെ ഞാൻ കണ്ടു. ഖദ് അഖ്ബല ഫീ സുഹ്നി ദാരിൻ അലൈഹി ഹുല്ലതാനി ഖുദ്റാ, നല്ല മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയ ഷഹീദായ സുലത്ത് ബിൻ അശിയം തങ്ങൾ അബുസ്സുഹ്ബാ മനോഹരമായ 2 പച്ച പുതപ്പ് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. വകാന ഫീ നഫരിൻ, എൻ്റെ ഭർത്താവിന്റെ ചുറ്റും വേറെയും ഒരുപാട് ആളുകളുണ്ട്. വല്ലാഹി മാ റഅയ്തു ലഹും ഫിദ്ദുന്യാ ശബഹ, ഈ ലോകത്ത് കാണുന്ന ഒരു മനുഷ്യരെ പോലെയുമല്ല, അത്രമേൽ സൗന്ദര്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിൽ എൻ്റെ ഭർത്താവ് മനോഹരമായ ഒരു വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായ 2 പച്ച പുതപ്പ് പുതച്ച് നിൽക്കുന്ന സന്തോഷത്തിന്റെ മുഖം ഞാൻ കണ്ടു. എനിക്ക് ഉറപ്പാവുകയാണ്, എന്നെ സ്വർഗലോകത്തേക്ക് കൊണ്ടുപോകാൻ വിളിക്കാൻ വന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് മുആദത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. അല്ലാഹു നമുക്കൊക്കെ ഹുസ്നുൽ ആഖിബത്ത് അല്ലാഹു തരട്ടെ, ഹുസ്നുൽ ഖാതിമ, മരിക്കുമ്പോൾ നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. സിനിമ പാട്ടും പാടി നടന്നാൽ അത് പാടിയിട്ടായിരിക്കും മരിക്കുക. സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ കണ്ടിട്ട് ഇങ്ങനെ റിമോട്ട് ഓഫാക്കാൻ മറന്നിട്ട് ആ കാര്യം മരിക്കുക. കള്ളുടിയന്മാരത് കുടിച്ചിട്ടായിരിക്കും മരിക്കുക. വ്യഭിചാരികൾ വ്യഭിചരിച്ച് ഇങ്ങനെ കിടക്കുന്ന, ജനാബത്ത് പോലും കുടിച്ചിട്ടുണ്ടാവില്ല, അപ്പോഴായിരിക്കും മരിക്കുക. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. തിന്മ ചെയ്യുന്നവർ, സ്ഥിരം കൊണ്ടു നടക്കുന്നവർ ആ തിന്മയിലായിട്ടാണ് മരിക്കുക. സജ്ജനങ്ങൾ നന്മ ചെയ്യുന്നവർ ആ നന്മയിലായിട്ടാണ് മരിക്കുക. എങ്ങനെ മരിച്ചുവോ അങ്ങനെയാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് പുനർജന്മം നൽകപ്പെടുന്നത്. നാളെ ഇങ്ങനെ ആടിങ്ങനെ വരുന്ന ആൾക്കാരുണ്ടാവും, 4 കാലിൽ. ദുന്യാവിൽ കള്ളുടിച്ച് മരിച്ചതാണ്, വരാൻ കാണാൻ കഴിയും. എങ്ങനെ ഇവിടെ മരിച്ചു അങ്ങനെയാണ് പുനർജന്മം അള്ളാഹു നൽകുന്നത്. മഅദല്ലാഹ്, അള്ളാഹു സ്വാലിഹീങ്ങൾക്ക് നൽകുന്ന പുനർജന്മം അള്ളാഹു നമുക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹദി റളിയല്ലാഹു തആല അൻഹ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന നേരത്തെ മഹദി ജീവിതത്തിന്റെ ആനന്ദം ഏത് വഴിയിലൂടെയാണെന്ന് പറഞ്ഞു. തന്റെ ഭർത്താവ് ഷഹീദാണ് സുലത്ത് ബിൻ അശിയം എന്നവർ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെ മഹദി റളിയല്ലാഹു അൻഹു ഒരു തലയണ വെച്ച് ഉറങ്ങിയിട്ടില്ലത്രേ. മകളോട് പറഞ്ഞു, അത് മുലകുടി ബന്ധമുള്ള ഒരു മോളാണ്, അവരോട് പറഞ്ഞു, മോളെ വല്ലാഹി യാ ബുനയ്യ, എന്റെ മോളെ, എന്റെ ഭർത്താവിന്റെ മരണശേഷം ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് നല്ല ഭക്ഷണം കഴിക്കാനോ
അല്ലെങ്കിൽ ഇവിടെ ആസ്വദിക്കാനോ അല്ല. പക്ഷേ ഞാൻ ജീവിക്കാൻ ഇനി ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിലേക്ക് വസീലകളിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. ജീവിച്ചിരിക്കുമ്പോഴല്ലേ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ. ലഅല്ലഹു യജ്മഉനി വബൈന അബിസ്സുഹ്ബാ വവലദിഹി ഫിൽ ജന്ന. നാളെ സ്വർഗ്ഗത്തിൽ അബുസ്സുഹ്ബാന്റെ കൂടെ എൻ്റെ മകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞാനൊന്ന് അധ്വാനിക്കണ്ടേ? അതിനാണ് ഞാൻ വരുന്നത്, അതിനാ ഞാൻ ഇനി ജീവിക്കുന്നത്. മരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ട്. ഉമ്മമാരെ, നമ്മുടെ മക്കളൊക്കെ മദ്രസയിലേക്കെങ്കിലും ഒരു നല്ല രീതിയിൽ പറഞ്ഞയച്ച് അവർക്കൊരു സന്തോഷം വരുന്ന രീതിയിൽ അവരെ ഒരുക്കി കൊടുത്ത്. ഒരു കുട്ടി ഇങ്ങനെ മദ്രസക്ക് റബീഉൽ അവ്വലിന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കണ്ടല്ലോ, ഉമ്മമാരൊന്നും രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണില്ല, ഇവരൊക്കെ അടുക്കള മുമ്പിൽ സമരത്തിന് ഇറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് വളരെ അല്ലേ, എന്തൊരു നല്ലൊരു പവർഫുൾ സ്പീച്ചാണത്. രാവിലെ കുട്ടിക്ക് ബിസ്ക്കറ്റും തണുത്ത ചായയും കൊടുത്തിട്ടാണ് വിടുന്നത്. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഉസ്താദിന്റെ വക രണ്ടടി വേറെയും അങ്ങനെ ആകെ ഉറക്കം തൂങ്ങി ഉന്മേഷമില്ലാതെ മദ്രസക്ക് പോകുന്നത്. ഞങ്ങൾക്കൊരു നല്ല ഭക്ഷണന്മാരെ ഈ വാട്സപ്പൊക്കെ ഒന്ന് കൂട്ടിച്ചുണ്ടാക്കി തന്നൂടെ? ഇനിയും ഒരു നല്ല ചായയും കടിയും തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി അടുക്കളുടെ മുമ്പിൽ നിരാഹാര സമരം കിടക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരു കൊച്ചു കുട്ടിയുടെ ഒരു രസകരമായ ഒരു ഭാഷണം. അതൊക്കെ റബീഉൽ അവ്വലിന്റെ സമയത്തേ കിട്ടുള്ളൂ. അത് ഹറാമെന്ന് പറഞ്ഞു നടന്നാൽ പിന്നെ ഇതൊന്നും കേൾക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോ ഇതൊരു വലിയ മെസ്സേജാണ്. നമ്മൾ നമ്മുടെ ദീനിനോട് കാണിക്കുന്ന അഭിനിവേശം, അതിനോട് കാണിക്കേണ്ട സ്നേഹം, അത് കുറഞ്ഞു പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത്. സ്കൂളിലൊക്കെ പോകണമെങ്കിൽ ഷൂ ഒക്കെ കറക്റ്റ് തന്നെയല്ലേ? സോക്സ് എടുത്തില്ലേ? നിറം മാറിയിട്ടൊന്നുമില്ലല്ലോ? റൈറ്റ് ടു ലെഫ്റ്റ് ഒക്കെ ഓക്കെ അല്ലേ? ബാഗ് എടുത്തോ, അതെടുത്തോ, ഇതെടുത്തോ? ബസ് വരാനായി ഇപ്പൊ തന്നെ പോയിരുന്നോ? മദ്രസക്ക് ആ കുട്ടി പല്ലും തേക്കാണ്ടങ്ങ് എഴുന്നേറ്റ് ഉമ്മ വന്നതും പോയതും വന്നതും ഉമ്മ അറിഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ ഉമ്മ ഉറങ്ങാണ്. അങ്ങനത്തെ എത്ര വീടുകളുണ്ട് മുഅ്മിനെ? നമ്മൾ ആലോചിച്ച് നോക്കി. എന്താണെന്നറിയോ, നമുക്കതിൻ്റെ വില മനസ്സിലാവാത്തത്. ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പൊതു മുസ്ലിം, അവരുടെ കൽബിലെ ഈമാനെങ്കിലും നമുക്ക് വേണമെന്ന് പറയാം. അവരുടെ കൽബിലെ ഈമാൻ എത്ര വലിയ ഈമാനാണ് അവർക്ക്. നമുക്കിതിന് വെറുതെ കിടും. ഏതൊരു സാധനം വെറുതെ കൊടുത്താൽ വില ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെറുതെ അല്ല അല്ലേ? നമുക്കത് വെറുതെ കിട്ടിയപ്പോൾ നമുക്ക് വില മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ ദാഹിച്ച് നടക്കുന്ന ആളുകളുണ്ട് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് ഈമാനിന്റെ മധുരം അല്ലാഹു അറിയാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.